ഹോഡു പീഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരുള്ള ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ടിക്കറ്റ് എടുത്തു. പെർ പേഴ്സണ് 30 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. നമ്മൾ കയറി വഴിക്കുന്ന നമുക്ക് ഈ ഒരു ലാൽബാഗിൻ്റെ കംപ്ലീറ്റ്ലി ഉള്ളൊരു മാപ്പ് കാണാം. അതനുസരിച്ച് നമുക്ക് ഏതൊക്കെ പ്ലേസ് പോകണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ലേക്കിൻ്റെ അവിടേക്ക് പോകാമെന്നൊക്കെ. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അവിടേക്കാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പോണ വഴികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കുക്കുംബറും പിന്നെ ഈ വാട്ടർ മെലണും പൈനാപ്പിളും അങ്ങനത്തെയും പിന്നെ ഈ കപ്പലണ്ടിക്കടയും അങ്ങനെ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ടൈമിങ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടെടുക്കുമ്പോഴാണ് നമ്മുടെ ആകാശം നല്ല അടിപൊളി ഒരു സൂര്യപ്രകാശം വന്നിട്ടോ. ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ ഒരു ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 240 ഏക്കറാണ് കേട്ടോ. ഈ ഒരു 240 ഏക്കറിൽ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡനും കൂടിയാണ് കേട്ടോ. ഇനി ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്കും ഫാമിലീസിനായാലും ഫ്രണ്ട്സ് ആയാലും കപ്പിൾസിനായാലും ജോഗേഴ്സിനായാലും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനായാലും നല്ല അടിപൊളി ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരുപാട് മരങ്ങളും നല്ല തണലും കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി, നമുക്ക് കുറച്ചു നേരം ഇരിക്കാനുള്ളൊരു ഫീല് തരും. അങ്ങനെ നമ്മളും ഇവിടെ കുറച്ചു നേരം ഇരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാട്ടോ എൻ്റെ കണ്ണിൽ ഈ ബീഗിള് പോലത്തെ ഒരു നാടൻ പട്ടീനെ കണ്ടേ. പട്ടി എപ്പോഴൊരു വീക്ക്നെസ് ആയ കാരണം കൊണ്ട് ഞാനൊന്ന് കൊഞ്ചിക്കാൻ ചെന്താണ്. പക്ഷെ അവന് ഒട്ടും ഇണക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എണീറ്റ് ഇത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇനി ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 6 to ഈവനിങ് 7 മണി വരെയാണ് കേട്ടോ. ഇപ്പം എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആണ്. വീക്കിലി എവറി ഡേ ഇത് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ മോർണിംഗ് നമ്മുടെ ജോഗേഴ്സിനായാലും വാക്കേഴ്സിനായാലും ഇവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു 4 ഐക്കോണിക് സ്പോട്ട്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഗ്ലാസ് ഹൗസ്, 2 ഫ്ലോറൽ ക്ലോക്ക്, പിന്നെ ഒരു ബോൺസായി ഗാർഡൻ ഉണ്ട്, പിന്നെ നമ്മുടെ ലാൽബാഗ് ലേക്കും അതുപോലെ തന്നെ ലാൽബാഗ് വാട്ടർഫോൾസും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗ്ലാസ് ഹൗസ് ആണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ലണ്ടൻ ക്രിസ്റ്റൽ പാലസിനെ ഇൻസ്പയർ ചെയ്തിട്ട് ബിൽഡ് ചെയ്തൊക്കെ എന്താണ്. അങ്ങനെ ഞാനിപ്പോൾ നടക്കണ ഈ ഒരു വഴി നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഗ്ലാസ് ഹൗസിലാണ്. ഇനി ഈ ഗ്ലാസ് ഹൗസിലാണ് കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ ഷോസ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ആനുവലി 2 പ്രാവശ്യമാണ് ഈ ഫ്ലവർ ഷോ നടക്കുക. ഒന്നൊരു ജാൻ ടൈമിലും പിന്നൊന്ന് ഓഗസ്റ്റ് ടൈമിലും. നമ്മൾ പറയുമ്പോൾ റിപ്പബ്ലിക് ഡേയുടെ ആ ഒരു ടൈമിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലായിരിക്കും. ആ ഒരു ടൈമിൽ ഈ ഒരു എൻട്രൻസിനും ഔട്ടിങ്ങിനും ഒക്കെ ടൈമിങ്ങിന് വ്യത്യാസം ഉണ്ടായിരിക്കും. കുറച്ച് ലേറ്റ് ഒക്കെ ആയിട്ടാണ് ഇവിടെ അടയ്ക്കുക. എൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ഗ്ലാസ് ഹൗസ്. പക്ഷെ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് കവർ ചെയ്തിട്ടൊക്കെയാണ്. കുട്ടിത്തം വിടാത്ത നമ്മുടെ ഹരി ഇത് ഇപ്പോഴും മറ്റേ പോളങ്ങളൊക്കെ തട്ടി തട്ടി കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോയിങ് ടൈപ്പ് ഓഫ് ഗാർഡനൊക്കെ ഒരു ചൈനീസ് ഗാർഡൻ എന്നൊക്കെ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഡൗൺ സെക്ഷനിലാണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ ക്ലോക്ക് ഒക്കെ വരുന്നത്. നമ്മളത് കാണാൻ നിന്നില്ലായിരുന്നു. പിന്നെ നമ്മളിത് തിരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയ സമയത്താണ് ഈ ഒരു മരത്തിൻ്റെ വുഡ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്രോക്കഡൈലിനും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. വുഡ് ഫോഴ്സിൽ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. അതൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഭയങ്കര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്ന ആൾക്കാർ ചെയ്തേക്കുന്നത്. നമുക്കൊരു ഭയങ്കര വുഡാന്ന് തോന്നിക്കേയില്ല. എന്തോ കോൺക്രീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു ഗേറ്റിൻ്റെ
വശത്തേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇത്ര നേരം കണ്ടപ്പോഴില്ല, ഒരു മെയിൻ ഗേറ്റ് ആയിരുന്നു. അത് കാരണം കൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു റോക്ക് ഏരിയ എത്തി. ഇവിടെ ഒരുപാട് പേര് ഇരിക്കണുണ്ടായിരുന്നു. അപ്പം നമ്മളും വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാന്ന്. അതുപോലെ നമ്മുടെ ഈ ഒരു ഗാർഡന് മൾട്ടിപ്പിൾ ഗേറ്റ്സ് ഉണ്ട് കേട്ടോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ 4 ഗേറ്റ് ഉണ്ട്. ഇതിൽ നമ്മുടെ മേജർ എൻട്രൻസസിലൊക്കെ നമുക്ക് പാർക്കിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് വരാനായിട്ട് ഈസി ആയിട്ട് ഒരുപാട് വേസ് ഉണ്ട്. നമുക്ക് ലാൽബാഗ് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ബസ്സസും കറക്റ്റ് ഇതിൻ്റെ മുൻപിലായിട്ട് നമുക്ക് നിർത്തിത്തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്, ലാൽബാഗിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഹോഡോ പേഡീസ് മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.